എന്റെ ചെറുപ്പത്തിൽ എന്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരു ഒരു വിദ്യാർത്ഥിയെ വളരെ അധികം വഴക്ക് പറയുമായിരുന്നു. മറ്റു വിദ്യാർത്ഥികൾ പല തെറ്റ് ചെയ്യുമ്പോഴും ഗുരു കണ്ണടയ്ക്കും. പക്ഷെ ഈ ഒരു വിദ്യാർത്ഥി ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഗുരു അതികഠിനമായിട്ട് ശാസിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശാസന കൂടുതലായപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് വളരെ ദേഷ്യമായി. ഗുരുവിന് എന്നോട് വെറുപ്പാണ്, ദേഷ്യമാണ് എന്ന് ഈ വിദ്യാർത്ഥി മനസ്സിലാക്കി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ വിദ്യാർത്ഥി കടുത്ത ഒരു തീരുമാനമെടുത്തു. തന്നെ ദ്രോഹിക്കുന്ന, തന്നെ അമിതമായിട്ട് വഴക്ക് പറയുന്ന ഈ ഗുരുവിനെ അങ്ങ് തട്ടിക്കളയുക. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു വലിയ കല്ലെടുത്ത് വെച്ചിട്ട് ഗുരു ഉറങ്ങുന്ന ആ കിടക്കയുടെ മുകളിലുള്ള ആ സ്ഥലത്ത് ഒളിച്ചിരുന്നു. രാത്രി ഗുരു ഉറങ്ങിക്കഴിയുമ്പോൾ ആ കല്ലെടുത്ത് തലയിലിട്ട് കൊല്ലുക, അതാണ് ഉദ്ദേശം. പക്ഷേ രാത്രിയായപ്പോൾ ഗുരുവിന്റെ ഭാര്യ ഗുരുവിനോട് ചോദിക്കുക, അങ്ങെന്താണ് ഈ വിദ്യാർത്ഥിയെ മാത്രം ഇത്ര വഴക്ക് പറയുന്നത്? ഇവനേക്കാൾ തെറ്റ് ചെയ്യുന്ന മടി കാണിക്കുന്ന പല വിദ്യാർത്ഥികളോടും അങ്ങ് ഇതുപോലെ പെരുമാറുന്നില്ല, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, നോക്കൂ, ഇവനൊരു സാധാരണ വിദ്യാർത്ഥിയെയല്ല. അവന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ പൊട്ടൻഷ്യല്, അമിതമായിട്ടുള്ള ആ കഴിവ് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി പലപ്പോഴും സ്വന്തം കഴിവിനെ കാണാൻ മറന്നുപോകും. പക്ഷെ ഒരു ഗുരുവിന് അത് തിരിച്ചറിയുവാനുള്ള കഴിവുണ്ട്, എനിക്കതുണ്ട്. അതുകൊണ്ട് അവൻ മടി കാണിച്ചും പല കാര്യങ്ങൾ ചെയ്യാതെയും അവന്റെ ഉള്ളിലെ ആ വിളക്കിനെ കെടുത്തി കളയുകയാണ്. ഒരു സ്വർണം അത് വെട്ടിത്തിളങ്ങുന്നത് അത് ഒഴുക്കിയതിനു ശേഷമാണ്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും അങ്ങനെയാണ്. അവരുടെ കഴിവ് പുറത്തെടുക്കണമെങ്കിൽ അവരുടെ ആ മടിയെ മാറ്റുന്ന രീതിയിലുള്ള ഒരു പഠന സംവിധാനം വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ട ആ ശിഷ്യന്റെ ഹൃദയം ഒന്നുലഞ്ഞു. താൻ ചെയ്യാൻ പോയ ആ തെറ്റിനെ ഓർത്ത് ആ വിദ്യാർത്ഥി രാത്രി മുഴുവൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആ വിദ്യാർത്ഥി അധ്യാപകന്റെ അടുത്ത് ചെന്നു ഗുരുവിനോട് വണങ്ങിക്കൊണ്ട് ചോദിച്ചു, ഒരു വിദ്യാർത്ഥി തന്റെ ഗുരുവിനെ വധിക്കുവാൻ തീരുമാനിച്ചാൽ ആ വിദ്യാർത്ഥിക്ക് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ശിക്ഷ എന്താണ്? ഗുരു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതൊരു വലിയ അപരാധമാണ്. അത്തരത്തിലുള്ള വിദ്യാർത്ഥിയെ ഉമിത്തിയിൽ, അവൻ സ്വയം ഉമിത്തിയിൽ ഇരുന്ന് ആ പുകയിൽ എരിഞ്ഞ് 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 ആ വേദന അനുഭവിച്ചുകൊണ്ട് മരിക്കണം എന്നാണ് നിയമം. ശിഷ്യൻ ഗുരുവിനെ വണങ്ങിക്കൊണ്ട് പിൻവാങ്ങി. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ വന്ന് പറയുമ്പോഴാണ് ഗുരു കാണുന്നത്, ഓടിച്ചെന്നപ്പോൾ കാണുന്നത് ആ വിദ്യാർത്ഥി ഉമിത്തിയിൽ എരിഞ്ഞടങ്ങി മരണത്തെ പ്രാപിച്ചു. മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞാണ് ഗുരു അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഗുരു ശിഷ്യ ബന്ധം എങ്ങനെയാകണം എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് മറ്റോ ഈ കഥ പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. കാലം മാറി, കണക്ക് കൂട്ടലുകൾ മാറി. പക്ഷേ അധ്യാപകരോടുള്ള വിദ്യാർത്ഥികളുടെ സമീപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൽഫ ജനറേഷനാണ് വരുന്നത്. പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശിഷ്യന്മാരെ, വിദ്യാർത്ഥികളെയൊക്കെ തോളോട് ചേർത്ത് വെച്ചിട്ടാണ് അധ്യാപകർ പെരുമാറേണ്ടത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിദ്യാർത്ഥികളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ തിരിച്ചറിയുവാൻ ഒരു മെന്റർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പലപ്പോഴും വിദ്യാർത്ഥികൾ സ്വയം അതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ അധ്യാപകർ നിങ്ങളുടെ കഴിവിനെ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർഗങ്ങൾ നിശ്ചയിക്കുമ്പോൾ, പറഞ്ഞു തരുമ്പോൾ അതിനെ കേൾക്കുവാനും സ്വീകരിക്കുവാനും നിങ്ങൾ തയ്യാറാവുക. ആ കഥയുമായി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് ബന്ധമില്ലെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഗുരുക്കൾ നിങ്ങളുടെ നന്മയെ പ്രതീക്ഷിക്കുന്നവരാണ്. ഗുരു പൂർണിമ ദിനത്തിൽ ഈ ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു.